ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അന്വേഷിക്കണമെന്നാണ് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. വിജിലൻസ് അതനുസരിച്ച് എന്നെ വിസ്തരിക്കുകയുണ്ടായി. വിസ്താരം കഴിഞ്ഞ ശേഷം എന്നാൽ ഗവൺമെന്റ് അതിനെ ഒബ്ജക്ട് ചെയ്തു. ഗവൺമെന്റ് പറഞ്ഞു ഇത് ഹൈക്കോടതിയിൽ ആരോ ഒരു പരാതി കൊണ്ടൊക്കെടുത്തപ്പോൾ അത് തള്ളി, ഗവൺമെന്റ് ഇത് പിൻവലിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും കോടതി വിളിച്ചു വരുത്തണം. ഇതുമായി ബന്ധപ്പെട്ട് 2 സാക്ഷികളെ വിസ്തരിക്കണം. ഒന്ന്, കിൻഫ്ര പാർക്കിൽ ഭൂമി അനുവദിച്ച അന്നത്തെ വ്യവസായ മന്ത്രി EP ജയരാജനെ സാക്ഷിയാക്കണം. 2, ഇത് തെറ്റായ തീരുമാനമായി പോയി എന്ന് അന്ന് തന്നെ പറഞ്ഞ അന്നത്തെ മന്ത്രി സുനിൽകുമാറിനെ സാക്ഷിയാക്കണം. കോടതി ഇതും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതും അംഗീകരിച്ച് ഇത് പ്രഥമ ദൃഷ്ട്യാ ഞാൻ ചൂണ്ടിക്കാണിച്ച അഴിമതിയിൽ കഴമ്പുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടായത്. കേരളം കണ്ട ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോഴും അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ഇനിയും ബ്രൂവറികൾ അനുവദിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോഴും ഗവൺമെന്റ് ആലോചിക്കുന്നത്. അതിന് പല പേര് പറഞ്ഞുകൊണ്ട് ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിശോധനയിലാണ് ഇപ്പോഴും എക്സൈസ് വകുപ്പും ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് ഗവൺമെന്റിനേറ്റ കനത്ത ഒരു തിരിച്ചടിയാണ് ഇന്നലത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ തീരുമാനം. ഇതനുസരിച്ച് ഇനി വിചാരണ നടക്കട്ടെ, കേസ് മുന്നോട്ട് പോകട്ടെ. ഈ അഴിമതിയിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്നപ്പോൾ ബോധ്യപ്പെടുമല്ലോ. ഗവൺമെന്റിന്റെ ഫയലുകൾ പരിശോധിച്ചാൽ അഴിമതിക്ക് ആരൊക്കെ കൂട്ടുനിന്നു, ആരാണ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത് എന്നെല്ലാം വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഫയൽ ഗവൺമെന്റ് കോടതിയുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതും അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ EP ജയരാജൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ സാക്ഷിയാകാൻ ഞാനില്ല എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോടതിയിൽ വക്കീൽ മുഖേന ആവശ്യപ്പെട്ടത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാരണം സാക്ഷി വിസ്താരം മാറ്റിവെക്കണമെന്നാണ്. അദ്ദേഹം ഹാജരായില്ലെങ്കിൽ കോടതിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന്. എന്റെ സാക്ഷിയല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഏക്കർ ഭൂമി ഊരും പേരുമില്ലാത്ത ഒരു ശ്രീചക്ര എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കിൻഫ്ര പാർക്കിൽ അനുവദിച്ച ഗവൺമെന്റ് നടപടി, അതിന് നേതൃത്വം കൊടുത്ത വ്യവസായ വകുപ്പ് മന്ത്രിയാണ് സാക്ഷിയാക്കിയിരിക്കുന്നത്. എന്റെ സാക്ഷിയല്ല. കോടതിയുടെ മുമ്പാകെ വക്കീലിനെ വെച്ച് അവധിക്ക് അപേക്ഷ കൊടുത്ത ആളാണ് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ സാക്ഷിയാകാൻ ഞാനില്ല എന്ന്. ബാക്കി കാര്യം അദ്ദേഹം ഹാജരായില്ലേ കോടതി നോക്കിക്കോളൂ. എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. സുനിൽകുമാറും അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ നടന്ന നഗ്നമായ ഒരു വലിയ അഴിമതിയുടെ സത്യം കണ്ടെത്താനുള്ള ശ്രമമാണ്. അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും എന്നാണ് എനിക്ക് അതിനെപ്പറ്റി സൂചിപ്പിക്കാനായിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്റെ കയ്യിലൊരു കടലാസുണ്ട്, നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 10/4/2020 ഞാൻ ആദ്യമായി അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പത്രസമ്മേളനം ഞാൻ നടത്തുന്നത്. 10/4/2020 ഈ പ്രസ് നോട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ടതെല്ലാം ശരിയാണ് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാവുകയാണ്. 1ാം പിണറായി സർക്കാരിനെതിരായി ഞാൻ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും വസ്തുതകളുടെ പിൻബലത്തോടെയായിരുന്നു, യാഥാർത്ഥ്യബോധത്തോടെയായിരുന്നു, തെളിവുകളുടെ പിൻബലത്തോടെയായിരുന്നു. അന്ന് ഉന്നയിച്ച എല്ലാം ശരിയാണ് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ അഴിമതികളൊക്കെ ഞങ്ങൾ നടത്തി. പക്ഷേ ഞങ്ങൾക്ക് 99 സീറ്റ് കിട്ടി.
അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നിലപാട് ജനങ്ങളെ പരിഹസിക്കുകയാണ്. എന്ത് ചോദിച്ചാലും പറയുന്ന ഈ അഴിമതിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 99 സീറ്റ് കിട്ടിയില്ലേ, അതുകൊണ്ട് ഇനിയും ഞങ്ങൾ അഴിമതി നടത്തുമെന്നുള്ള അഹങ്കാര ബുദ്ധിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട എന്റെ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. എന്റെ അഭിഭാഷകൻ സി ആസഫ് അലിയാണ്. എന്റെ കേസിലെ ഏറ്റവും അവസാനത്തെ എന്റെ ആവശ്യം കൺസെന്റ് ഇല്ലാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത ഡേറ്റ വിറ്റ് കാശാക്കിയതിൽ നിന്ന് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകണം. ആ നഷ്ടപരിഹാരം പിണറായി വിജയന് ശിവശങ്കറിൽ നിന്ന് സർക്കാർ ഈടാക്കണം. ഇതാണ് എന്റെ കോടതിയിൽ നിൽക്കുന്ന ഹർജിയുടെ പ്രധാന കണ്ടൻഷൻ. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിന്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. 10/4/2020 ഞാൻ ആദ്യമായി സ്പ്രിംഗ്ലർ ഇടപാടുകൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്നെ കളിയാക്കിയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, പ്രളയകാലത്ത് ഒരു പ്രവാസിയായ മാവേലിക്കരയിലുള്ള ഒരു പ്രവാസിയുടെ വൃദ്ധരായ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ചെയ്തതിന് ഒരു പ്രത്യുപകാരമായിട്ടാണ് സ്പ്രിംഗ്ലർ എന്ന കമ്പനി ഈ കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. നിങ്ങളുടെ കയ്യിൽ പഴയ ഫയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെടുത്ത് വായിക്കാവുന്നതാണ്. ഒരു വ്യവസായി, ഒരു പ്രവാസി മലയാളി ഇത്രയും വലിയ സഹായം ചെയ്യാൻ വരുമ്പോൾ അയാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സ്വപ്ന പറയുന്നത് എന്താണ്? ഈ ഡേറ്റ വിൽക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആളുകളുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, ആ ഡേറ്റ മുഴുവൻ വിറ്റ് ഈ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് വിറ്റ് കാശുണ്ടാക്കുകയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ IT സെക്രട്ടറിയും ശിവശങ്കരനും ചേർന്നത് എന്ന വാദം ഇപ്പോൾ നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അന്ന് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അവർക്കെന്ന് കൂട്ടാളിയായിരുന്ന സ്വപ്ന സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷ് പുതിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ അന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അന്തരിച്ച PT തോമസ് ആണ് ആദ്യമായി എക്സോളജിക് എന്ന കമ്പനിക്ക് സ്പ്രിംഗ്ലറുമായിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കുറുവഴി ഇടപാടിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. മന്ത്രിസഭ അംഗീകാരമില്ലാതെയായിരുന്നു അതിന്റെ നീക്കം. അതീവ രഹസ്യമായി നടന്ന വൻ അഴിമതി എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തിരിച്ചെത്താം, ഇടവേള.